അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون لقوم يسمعون قومين എന്നുള്ളടത്ത് നൂന് വെളിവാക്കരുത്. ഖൗമി യസ്മഊൻ എന്നേ പറയാൻ പാടുള്ളൂ. അതായത് തൻവീനിൻ്റെ ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഐന്, ഹാ, ഹാ, അംസ്, ഐന്, ഹാ, ഗൈന്, ഖാ, ഈ 6 അക്ഷരങ്ങൾക്ക് മുമ്പുള്ള തൻവീനിലെ നൂന് വെളിവാക്കാവൂ. എല്ലായിടത്തൊന്നും വെളിവാക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ നീ നമ്മളതിൻ്റെ മുമ്പ് പറഞ്ഞിടത്ത് എവിടെ ലിഖൗമിൻ ഒക്കെ ലിഖൗമിൻ എന്നല്ല, ആയാത്തിൽ ലിൽ-ആലമീൻ നമുക്ക് വരുമ്പോൾ പറയാം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ خوفا وطمعا وينزل من السماء ماء فيحيي الأرض بعد موتها إن في ذلك لآيات لقوم يعقلون ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون നമുക്ക് അവിടെ എത്തുമ്പോൾ തൻവീനിൻ്റെ ശേഷം അംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അംസാണ് ഏറ്റവും ഈ കുഴിയിൽ നിന്ന് വരുന്നത്. തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്നത് അ ഇവിടുന്ന് വരിക. അതിൻ്റെ കുറച്ച് മേലെന്നാണ് ആ, അതിൻ്റെ മേലെന്നാണ് ആ, അതിൻ്റെ മേലെന്നാണ് ഹ, പിന്നെ ഹ നമ്മളെ ഈ കരിനാവിൻ്റെ കുറച്ച് പുറത്തുനിന്ന്. അപ്പോൾ ആ ക്രമം അങ്ങനെയാണ്. ഹൽക്കിൻ്റെ അക്ഷരം ഹംസ, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ. ഈ അക്ഷരങ്ങളുടെ മുമ്പ് അൻ, ഇൻ, ഉൻ എന്ന തൻവീന് വന്നാൽ നൂന് വെളിവാക്കി പറയണം. അതല്ലാത്ത അക്ഷരങ്ങളുടെ മുമ്പ് നൂന് മണിച്ച് പറയണം എന്നാണ് നിയമം. അത് നമ്മൾ പലയിടത്തും വരുന്നുണ്ട്, നമ്മളതിൽ വരാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അതായത് സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ 17-ാമത്തെ ആയത്തിൽ നിങ്ങൾ വൈകുന്നേരമാകുമ്പോഴും നിങ്ങൾ നേരം വെളുക്കുമ്പോഴും അള്ളാഹുവിനാണ് സ്തുതി. അള്ളാഹുവാണ് പ്രകീർത്തിക്കപ്പെടേണ്ടവൻ, അള്ളാഹുവിനാണ് പ്രകീർത്തനങ്ങൾ. അവനാണ് ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സ്തുതിയും. വൈകുന്നേരവും അങ്ങനെ സ്തുതികീർത്തനങ്ങൾ അള്ളാഹുവിനാണ്.
എന്തുകൊണ്ടെന്നാൽ അള്ളാഹു നമുക്ക് നൽകുന്ന അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ കുറിക്കുന്ന, അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, 20-ാമത്തെ ആയത്തതാണ്. ഉമിൻ ആയാത്തിഹി അൻ ഖലഖക്കും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തന്തശിറൂൻ. മണ്ണിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കി പിന്നെ അത് പല ഘട്ടങ്ങളായി നമ്മൾ ഭൂമിയിൽ പല കാര്യങ്ങൾക്കും വേണ്ടി വ്യാപിച്ച് നടക്കുന്ന മനുഷ്യരായി മാറി. അതാണ് ബശറുൻ തന്തശിറൂൻ. മനുഷ്യന്മാർ മറ്റു മൃഗങ്ങളെപ്പോലെ ഒരു പ്രത്യേക ഭാഗത്ത് ആണ്. ഇപ്പോൾ കാട്ടിൽ മൃഗങ്ങൾ ആണെങ്കിൽ കാട്ടിൽ, നമ്മളെ ഡൊമസ്റ്റിക്കുകളാണെങ്കിൽ നമ്മളെ വീട്ടിലും നമ്മളെ ചുറ്റുഭാഗത്തും ഓരോരുത്തർക്കും ഒരു പരിധിയുണ്ട്. മനുഷ്യന് പരിധിയില്ല. ആകാശം ഗോളങ്ങളിൽ വരെ മനുഷ്യനെത്തി. ഭൂമിയുടെ അടിയിലേക്കും കടലിൻ്റെ അടിയിലേക്കും മനുഷ്യനെത്തി. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മനുഷ്യനെത്തി. മനുഷ്യവാസമില്ലാത്ത പ്രദേശങ്ങളൊക്കെ മനുഷ്യൻ കണ്ടെത്തി. കാടും മലയും എല്ലാം മനുഷ്യൻ കീഴടക്കി. അതാണ് മണ്ണിൽ നിന്നുണ്ടായി. സുമ്മ ഇദാ അൻതും ബശറും തന്തശിറൂൻ. നിങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന മനുഷ്യരായി മാറി. അപ്പോൾ അതൊരു ദൃഷ്ടാന്തം. ഒമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. നമ്മൾക്ക് ഇണകളെ തന്നു അല്ലാഹു തആല നമ്മിൽ നിന്ന് തന്നെ. ആ ഇണയോട് നമ്മളറിയാത്ത ഏതോ നാട്ടിലുള്ള ഒരു ഇണ നമ്മുടെ ഇണയായി വന്നപ്പോൾ നമുക്കവരോട് മവദ്ദത്തുണ്ടായി, നമുക്ക് കാരുണ്യമുണ്ടായി. നമ്മൾ അവളെ ചികിത്സിക്കുന്നു. അല്ലെങ്കിൽ അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവളും, അവൾക്ക് പ്രയാസമുണ്ടായാൽ അവനും വേദനിക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതും അള്ളാഹു തന്ന ഒരു വലിയ വികാരമാണ് ഇണകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖൽഖുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, 22-ാമത്തെ ആയത്ത്. നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യം, നിറങ്ങളുടെ വൈവിധ്യം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ. അതുപോലെ നമ്മുടെ ഉറക്ക്, ഒമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. രാത്രിയും പകലിലും നിങ്ങളുടെ ഉറക്ക്. പലപ്പോഴും രാത്രിയാണ് ഉറങ്ങുന്ന സമയം, ചിലപ്പോൾ പകലും അള്ളാഹു ഉറക്ക് നൽകുന്നു. ഉറക്കം എന്നത് ഒരു മോജിസത്തായി അള്ളാഹു തആല നൽകിയത് ഖുർആനിലുണ്ട്. ബദർ യുദ്ധത്തിൽ അള്ളാഹു അവർക്കൊരു ഉറക്കം കൊടുത്തു എന്നാണ്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളുമായി കണ്ടുമുട്ടുന്നത് പേടിച്ച് വിറച്ച് സ്വയം ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു തആല ബദറിൽ ഒരു മഴ പെയ്യിപ്പിച്ചു. ആ തണുപ്പിൽ അവരാണ്ട് ഉറങ്ങിപ്പോയി കുറച്ചു നേരം. ആ ഉറക്കത്തോടുകൂടി മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ പേടിയും എല്ലാ ആശങ്കകളും അകന്ന് ഒരു പുതിയ ജീവനായിട്ട് വന്നിട്ട് പിന്നെ അവർ യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ ചെയ്തത്. അതുപോലെ ഉഹദ് യുദ്ധത്തിലും പേടിച്ചോടി മദീനയിലേക്ക് പിന്തിരിഞ്ഞോടി അകക്കൂടിയും പരിഭ്രമിക്കുമ്പോൾ മദീനയിലേക്ക് തിരിഞ്ഞോടുന്ന വഴിയിൽ അവർ തളർന്നിരുന്ന് അള്ളാഹു അവർക്ക് ഉറക്കം കൊടുത്തു, കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും നബിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉഹദിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ പകൽ സമയത്തും രാത്രി സമയത്തും നമ്മുടെ ഉറക്ക്. അതാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ ഉറക്കിക്കെടുത്തലാണ് ഡോക്ടർമാർ. അങ്ങനെയാണല്ലോ. എന്നാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറേ സംഘർഷം ആ സമയത്താണ് തീരും. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന. മരണശേഷം ഞങ്ങൾക്ക് ജീവൻ നൽകിയ അള്ളാഹുവിനാണ് സ്തുതി. അപ്പോൾ ആ ഉറക്കം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നാ പറഞ്ഞത്. ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തിലുള്ളതാണല്ലോ, രാവും പകലും. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹി തുംസൂന വഹീന തുസ്ബിഹൂൻ. രാവും പകലും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കണം. വബ്തിഗാഉകും മിൻ ഫദ്ലിഹി. അള്ളാഹുവിൻ്റെ ഫദ്ല്, ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിപ്പിടിക്കുന്നതും അവൻ്റെ ദൃഷ്ടാന്തമാണ്. രാത്രിയും പകലും ഉറങ്ങൽ. അതുപോലെ തന്നെ പകൽ സമയത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യം തേടിപ്പോകാൻ വേണ്ടിയുള്ള ഒരു ജഅൽനന്നഹാറ മആശ. പകൽ സമയം നിങ്ങളുടെ മആശ, മഈശത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങളും ഓട്ടങ്ങളുമാണ്. പകലങ്ങനെയാണല്ലോ. അതാണ് വബ്തിഗാഉകും മിൻ ഫദ്ലിഹി. അള്ളാഹുവിൻ്റെ ഫദ്ല് ആഗ്രഹിക്കലും അതിനുള്ള സൗകര്യമുണ്ടാക്കി തരലുമൊക്കെ അള്ളാഹു തആലാൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. നമുക്കറിയാലോ, മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ ഫദ്ല് അന്വേഷിച്ച്, മക്കൾ
ഭാര്യ വിവാഹം ചെയ്തു, ഒരു കുട്ടിയുണ്ടായി. പിന്നെ അവൻ്റെ മനസ്സിലുള്ളത് ഈ കുട്ടീനെയും ഭാര്യനെയും പോറ്റണം. അതിന് നമ്മളെ ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇട്ടെറിഞ്ഞ് നമ്മുടെ വിശ്രമം പോലും ഇല്ലാതെ അള്ളാഹുവിൻ്റെ ഫضലും തേടി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എത്രയോ വർഷങ്ങൾ ആയുഷ്കാലം മുഴുവനും കഴിച്ചു കൂട്ടാനും, എനിക്ക് സുഖമില്ലെങ്കിലും മക്കളെ ജീവിപ്പിക്കണം, കുടുംബം പോറ്റണം, ഉമ്മാനും വാപ്പാനും നോക്കണം എന്നുള്ള ചിന്ത പഠിച്ചവൻ നമ്മുടെ മനസ്സിലിട്ട് തന്നത് എത്ര വലിയൊരു അത്ഭുതമാണ്. 10, 30, 50 കൊല്ലമൊക്കെ കഷ്ടപ്പെട്ട് ഒരു നല്ല ഭക്ഷണം കൂടിയും കഴിക്കാതെ എവിടെയൊക്കെയോ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഫضല് തേടുകയാണ്. ആർക്കറിയാം, നമുക്ക് തിന്നാനല്ല, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ, നമ്മുടെ ഉപ്പയും ഉമ്മയും സംരക്ഷിക്കാൻ. അതാണ് വബ്തിഗാഉക്കും മിൻ ഫضലിഹി, അള്ളാഹുവിൻ്റെ ഫضല് നിങ്ങൾ തേടുക. അതിനു വേണ്ടിയുള്ള നല്ല മനസ്സും അതിനു വേണ്ടിയുള്ള ക്ഷമയും അള്ളാഹു നമുക്ക് നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യസ്മഊൻ, എല്ലാം കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ നമ്മളെ രാവും പകലും ഊണും ഉറക്കവും നമ്മളെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു നൽകുന്ന പുതിയ ഓരോരോ നിഅമത്തുകളാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹും അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങളും രാവും പകലും നമ്മൾ ഒഴിവാക്കരുത്. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് എന്ത്? യുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അൽ ബർഖ, മിന്നൽ പിണറുകൾ. ബറക്ക എന്ന് പറഞ്ഞാൽ മിന്നലടിച്ചു എന്നാണ്. അപ്പോൾ മിന്നൽ പിണറുകൾ അത് നമ്മുടെ ഭൂമിയിൽ മഴയുടെയും അതുമൂലമുണ്ടാകുന്ന സസ്യലതാദികളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും നമ്മളെ ജീവൻ്റെ തുടിപ്പിനൊക്കെ കാരണമാകുന്നതിൻ്റെ തുടക്കം മിന്നൽ പിണറാണ്. അതിൽ കൂടി ഒരുപാട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ആ മിന്നൽ പിണറിൽ. അതാണ് ഖൗഫൻ വതമഅൻ, മിന്നൽ പിണർ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഖൗഫൻ, ഭയപ്പാടോടു കൂടിയും, വതമഅൻ, പ്രതീക്ഷയോടുകൂടിയും. മിന്നൽ പിണറിൽ ഭയപ്പാടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും നാശമുണ്ടാകുമോ, അല്ലെങ്കിൽ ആ തീ പറ്റും ഒക്കെ പേടി. എന്നാലോ ഒരുപാട് പ്രതീക്ഷയുമുണ്ട്, അതിൻ്റെ പിന്നാലെ ഒരു മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷ. ഖൗഫൻ വതമഅൻ വയുനസ്സിലു മിനസ്സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് അവൻ വെള്ളം ഇറക്കിത്തരുന്നു. സമാ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് നിന്നാണ്. അതിനാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. സമാ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ്. സമാ ഉയർന്നു എന്നാ. സുമുവ് എന്ന് പറഞ്ഞാൽ ഹൈനസ് എന്നാണ്. സുമുവുൽ അമീർ എന്ന് പറയും. അമീർമാരെയൊക്കെ അഭിസംബോധന ചെയ്യൽ സുമുവ് എന്നാണ്. ഹിസ് ഹൈനസ് എന്ന് പറയും. ഹിസ് ഹൈനസ് എന്ന് പറയുന്ന, അതായത് ഉയർന്നത് എന്നാണ് സുമുവ്. സമാ, ആ സമാ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം. അതിനെ നമ്മൾ അങ്ങേയറ്റം നോക്കിക്കാണുമ്പോൾ ആകാശം എന്ന് പറയുന്നു. അപ്പം മഴ പെയ്യുന്നത് മുകളിൽ നിന്നാണ്, ഉയർന്ന ഭാഗത്ത് നിന്നാണ്. അതാ മുകളിൽ നിന്ന് യുനസ്സിലു മിനസ്സമാഇ മാഅൻ, മുകളിൽ നിന്ന് അവൻ വെള്ളമിറക്കി തരുന്നു. ഫയുഹ്യി, അതുകൊണ്ട് അവൻ ഹയാത്താക്കുന്നു, ജീവിപ്പിക്കുന്നു. ബിഹി, ആ വെള്ളം കൊണ്ട്. അൽ അർള, ഭൂമിയെ. ബഅദ മൗതിഹ, അത് ജീവനില്ലാതെയായതിൻ്റെ ശേഷം, നിർജീവമായതിൻ്റെ ശേഷം. മാത്ത എന്ന് പറഞ്ഞാൽ ചേതനയറ്റു. ബഅദ മൗതിഹ, ഭൂമിയുടെ ചേതന നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഭൂമിക്ക് ജീവൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ സസ്യലതാദികൾ മുളപ്പിക്കുന്നു. ഇതിലും ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ആ മിന്നൽ പിണർ, നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രതീക്ഷ, അതോടൊപ്പം ഭയമുള്ള ഒരു വസ്തു. ഇതൊന്നും മനുഷ്യൻ്റെ കഴിവിലേ അല്ല. എന്നാൽ രാവും പകലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. മഴ, അത് ഉണ്ടാക്കലും ഇല്ലാതെയാവലും നമ്മളെ കഴിവിലല്ല, നമ്മളതിനെ അനുഭവിക്കുന്നു. അതുപോലെ അതിൽ നിന്ന് ഭൂമി, സസ്യലതാദികൾ മുളക്കുന്നു, മുളക്കാതിരിക്കുന്നു, ക്ഷാമമുണ്ടാകുന്നു. അതൊന്നും നമ്മളെ മനുഷ്യൻ്റെ കഴിവിലല്ല. അതൊക്കെ പടച്ചോൻ തന്നുകൊണ്ടേയിരിക്കുകയാണ്, രാവും പകലും കാലവ്യത്യാസമില്ലാതെ. അപ്പോൾ ആ പടച്ചവനെ സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ, രാവും പകലും അള്ളാഹുവിന് പ്രകീർത്തനങ്ങൾ വിട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത് എന്നാണ് പറയുന്നത്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, ഇതിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക്
ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒമിൻ ആയാത്തിഹി, ഇനിയും പറയണം, ഒമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ തഖൂമസ്സമാഉ വൽ അർളു ബി അംരിഹി. ഖാമ യഖൂമു എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു, അതിൻ്റെ ഒരു നിൽപ്പ്. ഖാമ മനുഷ്യൻ നിൽക്കുന്നതിനും പറയും, ഒരു വസ്തു നിലനിൽക്കുന്നതിനും പറയും ഖാമ. അതാണ് ഖയ്യൂം എന്നൊക്കെ പറയുന്നത്. ഖാമ നിന്നു, നിലനിന്നു. അഖീമുസ്സലാത്ത, നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക. നമ്മൾ നിൽക്കുക എന്ന് പറയുമ്പോൾ കാലുമല കയറി എഴുന്നേറ്റ് നിൽക്കുക. എന്നാൽ ഇഖാമത്തുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ രൂപത്തിൽ, ആ സംവിധാനത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഉമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ തഖൂമസ്സമാഉ വൽ അർളു, ആകാശവും ഭൂമിയും നിലനിൽക്കുന്നു ബി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. അതിലൊന്നും ആകാശത്തിൻ്റെയോ ഭൂമിയുടെയോ നിലനിൽപ്പിൽ നമുക്കാർക്കും, മനുഷ്യർക്കാർക്കും ഒരു നിയന്ത്രണമില്ല. അള്ളാഹു മാത്രമാണ് അതിൻ്റെയൊക്കെ നിലനിൽപ്പ്. പലരും മുദബ്ബിറു സമാവാത്ത് വൽ അർദ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവരാണ് എന്ന് ഈ അതിമാനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള മഹാന്മാർക്ക് ചാർത്തിക്കൊടുക്കപ്പെടുന്നുണ്ട്. അത് ഖുർആൻ്റെ അഖീദക്കെതിരാണ്, ഖുർആനിനെതിരാണ്. ഇന്ന വലിയ്, ഇന്ന മഹാൻ, അയാൾ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നു. അങ്ങനെ സൂഫി ചിന്താഗതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. സൂഫികളുടെ അബ്ദാലുകൾ, അഖ്താബുകൾ, കുത്തുബുകൾ, അവരുടെ അച്ചുതണ്ടുകളായിട്ടുള്ള വലിയ സൂഫി ആളുകൾ, അവരൊക്കെ ഈ ഭൂമി നിയന്ത്രിക്കുകയാണ്, ആകാശഭൂമികൾ അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നിട്ട് അവർ അള്ളാഹുവിനെയും ഖുർആനിനെയും റസൂലിനെയും വിട്ടിട്ട് ഈ സൂഫിമാരെന്ത് പറയുന്നോ അതിലേക്കാണ് പിന്നെ അവർ പോകുന്നത്. അവരുടെ ആരാധനാക്രമമാണ് ഈ ആട്ടും തല വെച്ച് മുട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടുള്ള ഹൂ ഹാ ഹീ എന്നൊക്കെ പറയുന്നുള്ള റാത്തീബുകൾ. അള്ളാഹു പറയുന്നത് ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അൻ തഖൂമസ്സമാഉ വൽ അർള്. അതാ മഴ പെയ്യിപ്പിക്കൽ, മനുഷ്യനെ മണ്ണിൽ നിന്നുണ്ടാക്കൽ, മനുഷ്യന് ഉറക്കം തരൽ, അതൊക്കെ പഠിച്ചോനാ. ആ പഠിച്ചോൻ തന്നെയാണ് അൻ തഖൂമസ്സമാഉ വൽ അർളു ബി അംരിഹി, അവൻ്റെ കൽപ്പന പ്രകാരം ആകാശഭൂമികൾ നിലനിൽക്കൽ. സുമ്മ, പിന്നീട്, ഇദാ ദഅാക്കും, നിങ്ങളെ വിളിച്ചാൽ, അവൻ നിങ്ങളെ വിളിച്ചാൽ, ദഅവതൻ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവനൊരു വിളി വിളിച്ചാൽ, ഇദാ അൻതും തഖ്റുജൂൻ, നിങ്ങൾ പുറപ്പെടുന്നു. നമ്മളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വിളിക്കുക. നമ്മളെ ഇഹലോകത്ത് നിന്ന് തിരിച്ചു വിളിച്ചാൽ ഇദാ അൻതും തഖ്റുജൂൻ, പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആ വിളി കേട്ട് പുറപ്പെടുകയാണ്. അതും നമുക്ക് മരിക്കാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ വിചാരിക്കുമ്പോൾ അത് കാണുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അള്ളാഹു നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പുറപ്പെടുന്നു. ഇദാ അൻതും തഖ്റുജൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം. വലഹു, അവനുള്ളതാണ്, മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം, കുല്ലുൻ, എല്ലാം, ഖാനിത്തൂന ലഹൂന, കുല്ലും ലഹു ഖാനിത്തൂൻ, എല്ലാം, ആകാശഭൂമിയിലുള്ളതെല്ലാം, ലഹു ഖാനിത്തൂൻ, അവന് കീഴൊതുങ്ങിയതാണ്. കനത്ത എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു, വിനയത്തോടുകൂടി കീഴ്പ്പെട്ടു. ആകാശഭൂമിയിൽ ഒന്നും വിനയത്തോടുകൂടി അള്ളാഹുവിന് കീഴ്പ്പെടാത്തതില്ല. ജീവജാലങ്ങളും അതുപോലെ മനുഷ്യരും മലക്കുകളും ജിന്നുകളുമെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. പക്ഷേ മനുഷ്യന്മാർക്ക് അള്ളാഹു തആല കീഴ്പ്പെട്ട് ജീവിക്കാതിരിക്കാനുള്ള ഒരു ചോയ്സ്, ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇഖ്തിയാർ എന്ന് പറയും. ഇഖ്തിയാർ, പഠിച്ചവനെ കീഴ്പ്പെടാനും കീഴ്പ്പെടാതിരിക്കാനുമുള്ള ഒരു പരീക്ഷണ വസ്തുവായി അള്ളാഹു നമുക്കൊരു ശക്തി നൽകി. ജീവജാലങ്ങൾക്ക് അങ്ങനെ ശക്തിയില്ല. എല്ലാ ജീവജാലങ്ങളും എന്താണോ അതിൻ്റെ ജനറ്റിക് കോഡിൽ അള്ളാഹു തആല അതിൻ്റെ സൃഷ്ടിപ്പിൽ നിശ്ചയിച്ചത് അതങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. മരങ്ങളും ചെടികളും എല്ലാം അങ്ങനെ തന്നെ, സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹ് വിചാരിച്ചോടത്ത് കൂടിയേ നടക്കുള്ളൂ. പക്ഷേ മനുഷ്യന് അള്ളാഹ് വിചാരിച്ച കൽപ്പിച്ച, അള്ളാഹ് വിചാരിക്കാത്തതിൽ നമുക്കും കഴിയില്ല, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് എതിര് പ്രവർത്തിക്കാനുള്ള ഒരു സാവകാശം അള്ളാഹ് നമുക്ക് നൽകി. അത് പരീക്ഷണത്തിന് വേണ്ടിയാണ്.
ഖൽഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു. എന്നാൽ ആ സാവകാശം നൽകപ്പെട്ട മനുഷ്യനും പടച്ചവന് കീഴ്പ്പെടാതിരിക്കാൻ വയ്യ. ഒരു ധിക്കാരിയായി പടച്ചവനെ എതിർത്ത് ജീവിക്കുന്നവനും അവൻ്റെ ശരീരഘടനയിൽ, അവൻ്റെ പ്രകൃതിപരമായ ആവശ്യങ്ങളിൽ, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ മരണത്തിൽ, അവൻ്റെ രോഗത്തിൽ, അവൻ്റെ സുഖദുഃഖങ്ങളിൽ പടച്ചവൻ തരുന്നതിന് കീഴ്പ്പെട്ടുകൊണ്ടേ അവൻ അള്ളാഹനെ ധിക്കരിക്കാൻ കഴിയുന്നുള്ളൂ. അതാ കുല്ലുൻ ലഹു ഖാനിത്തൂൻ, എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ്. വഹുവ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അങ്ങനെ പറയാം, ഇനിയും പറയാം. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ, അവനാണ് അല്ലദീ യബ്ദഉൽ ഖൽഖ, സൃഷ്ടിപ്പിനെ തുടങ്ങി വെക്കുന്നവൻ. ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചു, സൃഷ്ടിപ്പിനെ തുടങ്ങി വെച്ചവെന്ന് പറഞ്ഞാൽ അവനാണിത് തുടങ്ങിയത്. വഹുവ സുമ്മ യുഈദുഹു, പിന്നെ അതിനെ മടക്കി കൊണ്ടുവരുന്നവനും അവൻ തന്നെയാണ്. നമ്മളെ സൃഷ്ടിപ്പ്, മനുഷ്യ സൃഷ്ടിപ്പ് അള്ളാഹ് തുടങ്ങി വെച്ചു. ഇനി നമ്മൾ മരിച്ച് മണ്ണായി നമ്മളല്ലാത്ത ഒരു രൂപത്തിൽ നമ്മൾ മാറുന്നു. പിന്നീട് സുമ്മ യുഈദുഹു, പിന്നെ അവനെ മടക്കി വരുത്തുന്നവനും അവൻ തന്നെയാണ്. വഹുവ അഹ്വനു അലൈഹി, അവനത് അതിനേറ്റവും എളുപ്പമുള്ളവനാണ്. അഹ്വൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം. പടച്ചോനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല. നമ്മൾ മണ്ണായി മരിച്ചു പോയാൽ, എല്ലും പൊടികളായാലും അവനെ തിരിച്ചു കൊണ്ടുവരാൻ വഹുവ അഹ്വനു അലൈഹി, അവൻ അതിന് ഏറ്റവും എളുപ്പമുള്ളവനാണ്. വലഹുൽ മസലുൽ അഅ്ല, അവന് ഉന്നതമായ ഉപമകളുണ്ട്. ഫിസ്സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും കഴിവുള്ളവൻ, കേൾക്കുന്നവൻ, കാണുന്നവൻ. ഒരുപാട് അസ്മാഉ സിഫാത്തുകളുണ്ട്, ഒരുപാട് ഉന്നതമായ സിഫാത്തുകളുണ്ട്. അതാണ് മസലുൽ അഅ്ല. അവൻ ഏറ്റവും വലിയ ഉപമകളുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. എവിടെ? ഭൂമിയിലുമുണ്ട്, ആകാശത്തുമുണ്ട്. ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിലും ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിലും ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലൊക്കെ അള്ളാഹുവിൻ്റെ കമാല്, സിഫാത്തുൽ കമാൽ എന്നാണ് മസലുൽ അഅ്ല. സിഫാത്തുൽ കമാൽ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സിഫത്തുകൾ. അള്ളാഹുവിനെ നമ്മൾ കേൾക്കുന്നവനാണ്, നമ്മളും കേൾക്കുന്നവനാണ്, അള്ളാഹും കേൾക്കും. പക്ഷെ നമ്മളെ കേൾവി വളരെ പരിമിതമായ കേൾവിയാണ്. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട്. എല്ലാ ആ സിഫാത്തുകളിൽ പലതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. റഹ്മത്ത് അത് നമുക്കുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അള്ളാഹുവിൻ്റെ ആ വിശേഷണങ്ങളും അത് അത്യുന്നതമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതാണ് വലഹുൽ മസലുൽ അഅ്ല ഫിസ്സമാവാതി വൽ അർള്, അവന് ആകാശങ്ങളിലും ഭൂമിയിലും ഉന്നതമായ ഉപമകളുണ്ട്. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപിയും ജ്ഞാനിയുമാണ്. അങ്ങനെയുള്ള ഒരല്ലാഹുവിനെ അള്ളങ്ങനെ സുബ്ഹാനല്ലാഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ എന്ന് പറഞ്ഞിട്ട് നേരെ അള്ളാഹിനാണ് പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ കഴിവുകളുള്ള ആ പഠിച്ചവനാണ് വൈകുന്നേരവും രാവിലെയും തസ്ബീഹ്, അള്ളാഹുവിൻ്റെ പ്രകീർത്തനങ്ങളൊക്കെ. വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും അവനാണ് സ്തുതി. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ പ്രകീർത്തനം നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഒതുക്കി വെക്കേണ്ടതല്ല എന്നർത്ഥം. സുബ്ഹാനല്ലാ എന്നോ അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്നോ എപ്പോഴെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം 33 വട്ടം പറഞ്ഞുകൊണ്ട് തീർക്കേണ്ടതല്ല. ഓരോ ജീവിതത്തിൻ്റെ കാര്യത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അവൻ്റെ നിയമത്ത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളെ ജീവിതവും മരണവും, നിങ്ങളെ മഴയും ഉറക്കവും ഉണർച്ചയും ജീവിതമാർഗങ്ങൾ തേടിയുള്ള നടത്തങ്ങളും നിങ്ങളെ സൃഷ്ടിപ്പും എല്ലാം പഠിച്ചവൻ്റേത് മാത്രമാണ് എന്ന് പറയുമ്പോൾ വേറെ ആരുതാണ് ഉള്ളത്? ഇതൊന്നും അള്ളാഹിൻ്റെതല്ല എന്ന് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നും നമുക്ക് പറയാനില്ലല്ലോ. അതൊക്കെ പഠിച്ചവൻ്റെ തന്നെയാണ്. പിന്നെ അള്ളാഹു നമുക്ക് തന്ന ഒരു ചെറിയ ഒരു സ്വാതന്ത്ര്യമുണ്ട് അള്ളാഹിനെ ധിക്കരിക്കാൻ, അള്ളാഹ് പറഞ്ഞതിന് കൽപ്പനയ്ക്കെതിരായി നടത്താൻ. ആ സ്വാതന്ത്ര്യം തന്നെ ചിലപ്പോൾ പഠിച്ചവൻ നമുക്ക് ഇല്ലാതാക്കി തരും. ധിക്കാരി ചിലപ്പോൾ അവന് അള്ളാഹുവിനെ ധിക്കരിക്കാൻ നാവ് പൊങ്ങയാതാവും, കയ്യും കാലും കയ്യും കാലും തളർച്ച ബാധിക്കും.
പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് അള്ളാഹു നമുക്കൊരു സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താതെ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കണം. ഏത് വള്ളികൾ? എന്തെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ചിന്തിക്കും തോറും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടും. അത് നമ്മളെ നിരീക്ഷണം, ഒരു പക്ഷേ നമ്മളെ നിരീക്ഷണത്തിൻ്റെ അപ്പുറത്തും കാര്യങ്ങൾ, അത് മാത്രമല്ല മറ്റു കാര്യങ്ങളും ഉണ്ടാവാം, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വൈൻ തൗദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അത് എണ്ണിക്കണക്കാക്കാൻ കഴിയൂല. പഠിച്ചോൻ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾക്കൊക്കെ ഉരുത്തിരിഞ്ഞ് കാണുന്ന ഈ സാധനങ്ങളൊക്കെ പഠിച്ചോനല്ലാതെ വേറെ ആരുമില്ലല്ലോ. അപ്പം അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാവട്ടെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാവട്ടെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവന് അള്ളാഹുവിൻ്റെ ആ ആനുകൂല്യങ്ങളൊന്നും വേണ്ട, എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം, എനിക്ക് സ്വന്തം അള്ളാഹുവിൻ്റെ ഈ പ്രകൃതി, അള്ളാഹു നൽകിയ പ്രകൃതിക്ക് എതിരായിട്ട് ഞാൻ ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ലോ. അത് പഠിച്ചോന് കീഴ്പ്പെട്ടിട്ടേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഏതാ കുറച്ച് സാഹചര്യങ്ങളിൽ നമ്മളെ കയ്യും കാലും കണ്ണും മനസ്സും നമ്മളെ നാവിനെയൊക്കെ എതിരായിട്ട് ജീവിപ്പിക്കാൻ നടത്താൻ നമുക്ക് സാധിക്കും, അള്ളാഹുവിനെ ധിക്കരിക്കാൻ. പക്ഷേ അത് ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കണം. പിന്നെ വറബലക്കും മസലം മിൻ അൻഫുസിക്കും ഹല്ലക്കും മിമ്മാ മലക്കത് ഐമാനുക്കും മിൻ ശുറകാ ഫീമാ റസഖ്നാകും ഫഅൻതും ഫീഹി സവാഉൻ തഖാഫൂനഹും കഖീഫതികും അൻഫുസകും കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅഖിലൂൻ. അല്ലാഹു തആല ശിർക്ക് ചെയ്യാനുള്ള മനുഷ്യൻ്റെ ആ ന്യായം എത്രമാത്രം ദുർബലമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ലറബലക്കും മിൻ അൻഫുസിക്കും മസലം മിൻ അൻഫുസിക്കും, അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ ഒരു മസല്, ഒരു ഉദാഹരണം വിവരിച്ചു തരുന്നു. ലറബ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നൊരർത്ഥമുണ്ട്, ഉദാഹരിച്ചു എന്നർത്ഥമുണ്ട്, വിവരിച്ചു എന്നർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട്. അപ്പം ലറബലക്കും മസലം മിൻ അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഉപമ ഞാൻ വിവരിച്ചു തരികയാണ്. എന്താണ്? നമ്മൾ അടിമ, അള്ളാഹു ഉടമ. ഇനി നിങ്ങൾക്കും ഉണ്ടല്ലോ അടിമകൾ, നിങ്ങൾക്കും അടിമകളുണ്ടല്ലോ. അന്ന് അടിമകളുള്ള ഒരു കാലഘട്ടത്തിലുള്ള സമൂഹത്തിനോടാണ് പറയണത്, നിങ്ങൾക്ക് അടിമകളുണ്ടല്ലോ. എന്നാൽ ഉടമകളായ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ റിസ്ക്കും സൗകര്യങ്ങളൊക്കെ അതിൽ അടിമകളെയും കൂട്ടിച്ചേർക്കുമല്ലോ. നിങ്ങൾ യജമാനന്മാരായും നിങ്ങൾ അടിമകളായും അവർക്ക് നിങ്ങൾ കൊടുക്കണം. പക്ഷേ ഇത് എൻ്റെതും എൻ്റെ അടിമൻ്റെതും കൂടിയിട്ടാണ്, ഞങ്ങളുടെ കൂട്ടുസ്വത്താണ് നിങ്ങൾ പറയില്ലല്ലോ. അപ്പോൾ യജമാനനായ നിങ്ങൾ അടിമകളായ നിങ്ങളുടെ ഭൃത്യന്മാരെ നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ റിസ്ക്കിലും അള്ളാഹ് നൽകിയതിലും കൂട്ടിച്ചേർക്കാത്ത പോലെ തന്നെ യജമാനനായ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിന് വകവെച്ച് കൊടുക്കുകയും ആ കഴിവ് അള്ളാഹുവിൻ്റെ അടിമകളായ ഇവർക്കുമുണ്ട് ഞങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും. അത് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. ആ പങ്കാളിത്തം പാടില്ല. അത് ലറബലക്കും മസലം മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉപമ അല്ലാഹു തആല പറഞ്ഞു തരുകയാണ്, വിവരിച്ചു തരുകയാണ്. എന്താണത്? ഹല്ലക്കും, നിങ്ങൾക്കുണ്ടോ, മിമ്മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയതിൽ നിന്ന്. വലങ്കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അനുവദനീയമായ മാർഗത്തിൽ അടിമകളായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു സമ്പ്രദായമായിരുന്നു. ഇസ്ലാം അത് നിരോധിച്ചിട്ടില്ല. പക്ഷേ അതിൽ അടിമത്വം ഇല്ലാതെയാക്കാൻ
ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അടിമകളില്ലാത്തത്. അപ്പം നിങ്ങളുടെ വലങ്കൈകൾ, അതായത് നിങ്ങൾ ന്യായമായി നിങ്ങൾ ഉടമപ്പെടുത്തിയ മിൻ അടിമകളിൽ നിങ്ങൾക്കുണ്ടോ മിൻ ഷുറക്കാ പങ്കുകാർ ഫീമാ റസഖ്നാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾക്ക് പങ്കുകാരുണ്ടോ? അതായത് ഹൽ അഹദും മിൻ അബീദിക്കും വ ഇമായിക്കും. അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് എങ്ങനെയാണ്? ഹൽ അഹദും മിൻ അബീദിക്കും വ ഇമായിക്കും, നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും അൽ അരിക്കാ അടിമകളായിട്ടുള്ള അവരിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ യുഷാരിക്കും ഫി റിസ്ഖിക്കും നിങ്ങളുടെ റിസ്ഖിൽ നിങ്ങളോട് പങ്കുചേരുന്നുണ്ടോ? വതറൗന നിങ്ങൾ കാണുന്നുണ്ടോ അവരെപ്പറ്റി അന്നക്കും വഹും ഫീഹി അലാ ഹദ്ദിൻ സവാ, ഈ റിസ്ഖിൽ അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ, അതായത് ഭക്ഷണമാവട്ടെ മറ്റു സൗകര്യങ്ങളാവട്ടെ, ഇതിൽ ഞാനും ഓനും സമ അവകാശികളാണ് എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അവന് നമ്മൾ കൊടുക്കണം. അടിമകൾക്ക് നമ്മൾ തിന്നുന്നത് നമ്മൾ കൊടുക്കണം, നമ്മൾ തീറ്റിക്കണം. നിങ്ങൾ ഉടുക്കുന്ന പോലെ ഇഖ്വാനുക്കും ഖവലുക്കും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീക്കും, ആ അടിമകളായിട്ടുള്ള തൊഴിലാളികളും ഭൃത്യന്മാരും അടിമകളുമായിട്ടുള്ള നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങൾ അവരെ നിങ്ങളുടെ വലങ്കൈ കൊണ്ട് ഉടമപ്പെടുത്തി, ന്യായമായി നിങ്ങൾ അവരെ അടിമകളാക്കി ഉടമപ്പെടുത്തി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കീഴിൽ അല്ലാഹു തആല അവരെ നിശ്ചയിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തിന്നുന്നത് പോലെ അവരെയും തീറ്റിക്കണം, നിങ്ങൾ ഉടുക്കുന്നത് പോലെ അവരെയും ഉടുപ്പിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുള്ള ജോലികൾ വലാ തുകല്ലിഫുഹും വലാ യുതീഖൂനഹും, അവർക്ക് കഴിയാത്ത പണി അവരെ ഏൽപ്പിക്കരുത്. അഥവാ അവരെ കൊണ്ട് കഴിയാത്ത പണി ഏൽപ്പിച്ചാൽ ഫഅഈനൂഹും അലൈഹി, ആ ജോലിയിൽ നിങ്ങൾ അവരെ സഹായിക്കണം. അത്രമാത്രം അടിമകളെയും ഭൃത്യന്മാരെയും ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ സ്വത്തെടുത്തിട്ട് നമ്മളെ സ്വത്തും മുതലൊക്കെ ഇതും എൻ്റെ അടിമകൻ്റോടും കൂടിയാണ് എന്ന് പറയില്ലോ. അതുപോലെ അള്ളാഹുവിൻ്റെ ഈ കഴിവ്, മഴ, ജീവിതം, മരണം, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിന് നൽകിയ, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നിഅമത്ത്, ഉറക്കം, ഉണർച്ച, ഇടി, മിന്നൽ, വെള്ളം, ഇതൊക്കെ ഞാനും എൻ്റെ ലാത്തയും ഉസ്സയും ഈ മഹാന്മാരായ അടിമകളും കൂടിയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്നോട് ചോദിച്ചോളി, ഓലോടും ചോദിച്ചോളി, ഇതൊക്കെ ഓലൊക്കെ ഞങ്ങളൊക്കെ പങ്കുകാരാണ്, ശരീക്കുകളാണ് എന്ന് പറയാൻ പറ്റുമോ? ആ ശിർക്ക് എത്രമാത്രം അനർത്ഥമാണ് എന്താ പറയണ്ടത്. അവർക്കൊക്കെ അടിമകളുണ്ടല്ലോ. ഹൽ ലക്കും മിൻ ശുറക്കായിക്കും ഹൽ ലക്കും മിമ്മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയതിൽ നിന്ന് മിൻ ശുറക്കാ പങ്കുകാരുണ്ടോ നിങ്ങൾക്ക്? ഫീമാ റസഖ്നാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ അവരെ നിങ്ങൾ പങ്കുകാരാക്കുന്നുണ്ടോ? ഫഅൻതും ഫീഹി സവാ, എന്നിട്ട് നിങ്ങൾ ആ വിഷയത്തിൽ അവരോടൊപ്പം സമമാണ്, സവാ ആണ്, തുല്യമാണ്. തഖാഫൂനഹും, നിങ്ങൾ അവരെ ഭയപ്പെടുന്നു, അവർ നിങ്ങളെ ഭയപ്പെടുന്നു. കഖീഫത്തിക്കും അംഫുസക്കും, നിങ്ങളുടെ മനസ്സിനെ ഭയപ്പെടുന്ന പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വതന്ത്രന്മാരായ ആളുകളെപ്പോലെ ഭയപ്പെടുന്ന, പരസ്പരം പങ്കുവെക്കുന്ന അടിമകളാണോ നിങ്ങളുടെ അടിമകൾ? അല്ലല്ലോ. അത് അടിമകൾ തന്നെ, നിങ്ങളെ യജമാനന്മാരാണ്. അതുപോലെ തന്നെ പടച്ചോൻ്റെ കഴിവും പടച്ചോൻ ഈ തരുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ അത് അള്ളാഹുവിൻ്റെ തന്നെയാണ്. അതിൽ വേറെ അടിമകളുണ്ടെന്നോ മനുഷ്യന്മാരുണ്ടെന്നോ സൃഷ്ടികളുണ്ടെന്നോ നിങ്ങൾ വിചാരിക്കരുത്. അവരെ നിങ്ങൾ പങ്കുകാരാക്കി വെക്കരുത്. അപ്പോൾ അടിമത്വം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആ അടിമകളെ നിങ്ങളോടൊപ്പം പങ്കുകാരാക്കാത്ത പോലെ തന്നെ മനുഷ്യരാകുന്ന അടിമകൾ അള്ളാഹുവിനോടൊപ്പം പങ്കുകാരല്ല. മനുഷ്യർ തന്നെയാണ്. അല്ല തന്നെയാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ടതും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതും മനുഷ്യരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് അള്ളാഹു ഒരു ഉപമയിൽ കൂടി പറയാണ്. കദാലിക, അപ്രകാരം നുഫസ്സിലുൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ നാം വിവരിച്ചു തരുന്നു. ലി ഖൗമി യഅഖിലൂൻ, ആലോചിക്കുന്ന കൂട്ടർക്ക്. ഇതൊക്കെ ആലോചിച്ച് ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഉപമകളൊക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് വിവരിച്ചു തരുകയാണ്. ഇതാണ് അത്.
ഈ ഒരു ഉപമ ഇതിൽ ലൈസൽ അമ്രുക്കത ഫഇന്നഹു ലൈസ അഹദും മിമ്മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരിൽ ആരും തന്നെയില്ല ശരീക്കല്ലക്കും ഫീമാ റസഖക്കുമുള്ള, അല്ല നിങ്ങൾക്ക് നൽകിയതിൽ പങ്കുകാരായിട്ടില്ല. വലസ്തുമുല്ലദീന ഖലഖ്തുമൂഹും വറസഖ്തുമൂഹും, അവരല്ല നിങ്ങളല്ല അവരെ സൃഷ്ടിച്ചതും പിന്നെ നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുന്നതും, അവർ ഉടമകൾ മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഫകൈഫ തർലൗന അൻ തജ്അലൂ ലില്ലാഹി ശരീകൻ മിൻ ഖൽഖിഹി, നിങ്ങളെങ്ങനെയാണ് പിന്നെ അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ പങ്കുകാരാക്കി? അള്ളാഹുവിന് പങ്കുകാരുണ്ട്, അള്ളാഹിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ ഖജനാവുകളും ഈ സൃഷ്ടികൾക്കുമുണ്ട്, പങ്കുകാരായിട്ടുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ വിചാരിക്കും എന്നാണ് അള്ളാഹ് പറയുന്നത്. പിന്നെ കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅഖിലൂൻ. പിന്നെ ബലിത്തബഅല്ലദീന ളലമു അഹ്വാഅഹും, അപ്പോൾ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ബൽ പക്ഷേ ഇത്തബഅല്ലദീന ളലമു, അക്രമികൾ പിമ്പറ്റി അഹ്വാഅഹും അവരുടെ ഇച്ഛകളെ. അപ്പം നമ്മൾ ശരിക്കും ചിന്തിച്ചും ആലോചിച്ചും ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കൽ തന്നെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ഒറ്റക്കൊറ്റക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ലെങ്കിൽ പോലും പഠിച്ചവൻ്റെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശരിക്ക് ആലോചിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കൽ തന്നെയാണ് രക്ഷ. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം പഠിച്ചോൻ തന്നതല്ലാതെ നമുക്ക് ജീവിക്കാൻ വേറൊരു മാർഗമില്ല. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹിൽ അമാനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. സഹിഹ ഹദീസാണ്. അൽ കയ്യിസു ബുദ്ധിയുള്ളവൻ, മൻ ദാന നഫ്സഹു കീഴ്പ്പെട്ടവനായിരിക്കും. കയ്യിസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വിവേകവും ബുദ്ധിയുമുള്ളവൻ. മൻ ദാന നഫ്സഹു, അള്ളാഹുവിന് സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയവനാണ് ബുദ്ധിയുള്ളവൻ. വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനാണ് ബുദ്ധിയുള്ളവൻ. വൽ ആജിസു, ദുർബലൻ, വിവരം കെട്ടവൻ, കഴിവില്ലാത്തവൻ. മൻ അത്ബഅ നഫ്സഹു ഹവാഹ, ദേഹേച്ഛകളെ പിമ്പറ്റിക്കൊണ്ട് ജീവിച്ചവനാണ്. എന്നിട്ട് വതമന്ന അലല്ലാഹിൽ അമാനി, അള്ളാഹുവിൻ്റെ മേൽ എനിക്ക് രക്ഷ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് നടക്കുന്നവനാണ് വിവരം കെട്ട ദുർബലൻ. അപ്പോൾ നമ്മളൊരു കൂട്ടിൻ്റെ ഉള്ളിലാണ്. ഈ കൂട്ടിൽ നമ്മൾ പെട്ടു. ഈ കൂട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമില്ല. അത് അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരെ ജിന്നുകളെ, ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ഈ ആകാശഭൂമിയുടെ ഈ ഒരു വരുതിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഫംഫുദൂ, നിങ്ങൾ രക്ഷപ്പെട്ടോളി. നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മളൊരു കൂട്ടിൻ്റെ ഉള്ളിലാണ്, പഠിച്ചവൻ്റെ പിടുത്തത്തിൽ ഒരു നിയന്ത്രണത്തിൻ്റെ ഉള്ളിലാണ്. ഈ നിയന്ത്രണത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അപ്പം പിന്നെ മാർഗം എന്താ? മൻ ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ യജമാനന് കീഴ്പ്പെടുത്തി ജീവിക്കുക അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നാളെ ആ യജമാനൻ്റെ രക്ഷ കിട്ടുന്ന പ്രവർത്തനങ്ങൾ എന്തോ അത് കഴിയുന്ന മാതിരി ചെയ്യുക, അതാണ് ബുദ്ധി. നേരെ മറിച്ച് ഇവിടെ കീഴ്പ്പെടാതെ ജീവിക്കുകയും എന്നിട്ട് ആ യജമാനൻ എന്നെ രക്ഷപ്പെടുത്തും എന്ന് വെറുതെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ദൗർബല്യമാണ് എന്ന് നബി പഠിപ്പിച്ചതാണ്. അതാണ് ഈ പറഞ്ഞത് ബലിത്തബഅല്ലദീന ളലമു, അക്രമികൾ പിന്തുടർന്നു അഹ്വാഅഹും, അവരുടെ ഹവകളെ. ഹവ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ. അവരെന്തോ അവരുടെ മനസ്സെന്തോ പറഞ്ഞത് അത് ചെയ്യും. പഠിച്ചോനെന്തോ പറഞ്ഞത് അതിനനുസരിച്ച് മനസ്സിനെ നന്നാക്കുകയല്ല, മനസ്സെന്തോ പറഞ്ഞത് അത് ചെയ്യുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്യും. അതാണ് ബിഗൈരി ഇൽമിൻ, ഒരു അറിവുമില്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം വിട്ട് ജീവിക്കുന്നവൻ
അള്ളാഹു പറയുന്നത് അറിവില്ലാത്തവനും ദുർബലനുമാണ്. ബിഗൈരി ഇൽമിൻ ഫമൻ യഹ്ദി മൻ അളല്ലല്ലാഹ്, മൻ യഹ്ദി ആരാണ് വഴി കാണിക്കുവാൻ, മൻ അളല്ലല്ലാഹ് അള്ളാഹു വഴിപഴപ്പിച്ചവനെ, അള്ളാഹു വഴിപഴപ്പിച്ചവനെ വഴി കാണിക്കാൻ ആരാണ്? അപ്പോൾ അള്ളാഹു താല നമ്മളെ കരുതിക്കൂട്ടി വഴിപഴപ്പിക്കല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ മജ്ബൂറല്ല. ജബരിയാക്കൾ എന്നുള്ള ഒരു വിഭാഗം മധ്യനൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. ജബരിയാക്കൾ, ജബർ എന്ന് പറഞ്ഞാൽ മജ്ബൂർ അറിയും. മജ്ബൂർ പറഞ്ഞാൽ നിർബന്ധിത, മനുഷ്യരൊക്കെ നിർബന്ധിതരാണ്. അള്ളാഹു താല നമ്മളെ വഴിതെറ്റിക്കുന്നു. അള്ളാഹു താല കുറേ ആളുകളെ ഹിദായത്താക്കുന്നു. അള്ളാഹ് ഹിദായത്താക്കാൻ വിചാരിച്ചവൻ പിന്നെ വഴിതെറ്റുന്ന പ്രശ്നമില്ല. അള്ളാഹ് വഴിതെറ്റിച്ചവന് ഹിദായത്തും ആവില്ല. അപ്പം നമ്മളിങ്ങനെ പഠിച്ചോൻ എന്തോ അള്ളാഹു താല നമ്മളിങ്ങനെ കയറിട്ടിട്ട് നന്മയിലും തിന്മയിലും കെട്ടിയതല്ലേ, പിന്നെന്തിനാ നമ്മൾ പണിയെടുക്കുന്നത്, നമ്മളെന്തിനാ ഇബാദത്ത് ചെയ്യേണ്ടത്, എന്തിനാ നമ്മൾ അള്ളാഹു താല സൃഷ്ടിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. നേരെ മറിച്ച് അള്ളാഹു നമ്മളെന്താകും, നമ്മൾ അവസാന നിമിഷം നല്ലവരാകുമോ ചീത്ത ആളുകളാകുമോ അത് അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹുവിൻ്റെ ഇൽമ് മസ്ബൂക്ക്, എന്തിനേക്കാളും മുൻകടന്ന അള്ളാഹുവിൻ്റെ ഇൽമ് കൊണ്ടറിയാം ഇന്ന ആള് ചീത്തയായിട്ടാണ് മരിക്കുക, ഇന്ന ആള് വിശ്വാസിയായിട്ടാണ് മരിക്കുക, സൽക്കർമ്മം ചെയ്തവരായിട്ട് മരിക്കുന്ന അള്ളാഹ്ക്ക് അറിയാം. ആ അറിവുണ്ടായത് കൊണ്ടല്ല നമ്മൾ തെറ്റും ശരിയും ചെയ്യേണ്ടത്. അള്ളാഹ് നമുക്ക് തെറ്റും ശരിയും ചെയ്യാനുള്ള വിവരങ്ങൾ നൽകി. അമ്പിയാക്കന്മാരെ പറഞ്ഞയച്ചു, പ്രബോധകന്മാരിൽ കൂടി അത് അറിഞ്ഞു, നമുക്ക് ബുദ്ധി തന്നു നല്ലതും ചീത്തയും വേർതിരിക്കാൻ. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, പഠിച്ചവൻ്റെ കീഴിലേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, പഠിച്ചവൻ്റെ തീരുമാനത്തിന് പുറത്തു പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നല്ലതാണ്, ഇതേ ചെയ്യാവൂ എന്ന് പറഞ്ഞു. ആ ചെയ്യാനുള്ള കഴിവും നമുക്ക് അള്ളാഹ് നൽകി. അപ്പോൾ പിന്നെ തെറ്റിപ്പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹ്ക്ക് നമ്മളെപ്പറ്റി പണ്ടേ അറിയും എന്നതല്ല, നമുക്ക് തന്ന കഴിവും അറിവും ബുദ്ധിയും ശേഷിയും കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടാത്തതാണ്. അപ്പം അള്ളാഹ് വഴി തെറ്റിച്ചവനെ ആരായി സന്മാർഗത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു താല വഴി തെറ്റും എന്ന് അള്ളാഹു താലാൻ്റെ മാർഗം സ്വീകരിക്കാതെ ജീവിച്ചവനെ അള്ളാഹു വഴി തെറ്റിക്കും. പിന്നെ വാന് സന്മാർഗത്തിലാക്കാൻ ആർക്കും കഴിയില്ല. അതാണ് ഫമൻ യഹ്ദി മൻ അളല്ലല്ലാഹ്, അള്ളാഹു താല വഴിതെറ്റിച്ചവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിക്കാത്തവനെ അള്ളാഹു താല വഴിതെറ്റിക്കും. ആ വഴിതെറ്റിച്ചവനെ സന്മാർഗത്തിലാക്കാൻ ആരാണുള്ളത്? പിന്നെ വമാലഹും മിൻ നാസിരീൻ, അവർക്ക് ഒരു സഹായികളും പുറമേ ഉണ്ടാവുകയില്ല. ഫഅഖിം, അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അവസാനം എന്താണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്? ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ഫഅഖിം നീ നിർത്തണം, നേരെ ചൊവ്വെ നിർത്തണം. അഖാമ അതാണ് നിസ്കാരം. അഖീമുസ്സലാത്ത, നിസ്കാരം നേരെ ചൊവ്വെ നിലനിർത്തുക. ഫഅഖിം നീ നേരെ ചൊവ്വെ നിലനിർത്തുക. വജ്ഹക നിൻ്റെ മുഖത്തെ, ലിദ്ദീൻ ഈ ദീനിലേക്ക്. ഈ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതാണ് ദീൻ. ദാനയദീനു എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു എന്നാ. ആ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെടുക. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുക. അപ്പോൾ ഫിദ്ദീൻ ഈ ദീനിലേക്ക്, അള്ളാഹുവിനെല്ലാം സമർപ്പിക്കുന്ന ഈ മതത്തിലേക്ക് നീ നിൻ്റെ മുഖത്തെ നേരെ ചൊവ്വെ നിർത്തുക. ഹനീഫൻ നേർക്കുനേരെ, മതം നേർക്കുനേരെയാണ്. അതായത് അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് കൽപ്പിച്ചുവോ അതാണ് മതം. അള്ളാഹ് കൽപ്പിച്ചതേ റസൂൽ നമ്മളോട് കൽപ്പിക്കുള്ളൂ. അപ്പോൾ അള്ളാഹുവിങ്കലേക്ക് നേർക്കുനേരെ നമ്മുടെ മതം എന്നുള്ളത് നമ്മൾ ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ പാതിരിമാരോ പുരോഹിതന്മാരോ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ആദർശങ്ങളല്ല മതം എന്ന് പറയുന്നത്. പിന്നെ ഹനീഫൻ നേർക്കുനേരെ എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ എന്തോ പറഞ്ഞു അത് നമ്മൾ സ്വീകരിക്കും. അല്ലാഹു തആല എന്തേ വിരോധിച്ചു അത് നമ്മൾ തള്ളിക്കളയും. അതാണ് ഹനീഫൻ നേർക്കുനേരെ. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹാ, ഫിത്രത്തല്ലാഹ് അള്ളാഹുവിൻ്റെ പ്രകൃതമാണത്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതം, മനുഷ്യ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു
ഒരു ചിന്തയുണ്ട്. അതാണ് നേർക്കുനേരെ പഠിച്ചവന് കീഴ്പ്പെടുക എന്നുള്ളത്. അതാണ് ഫിത്രത്തല്ലാ, അള്ളാഹുവിൻ്റെ പ്രകൃതം. അല്ലത്തി ഫത്തറന്നാസ അലൈഹ, എല്ലാ മനുഷ്യനെയും അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ച ആ ഒരു പ്രകൃതത്തിലേക്ക് നിങ്ങൾ കീഴ്പ്പെടുക. ലാ തബ്ദീല ലിഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഖൽഖ് എന്താ? പടച്ചോന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്ഥിതിയോടുകൂടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. അത് അള്ളാഹു തആല മറ്റൊരായത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച് ആദമിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള മനുഷ്യരോടെല്ലാം അള്ളാഹു തആല ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? കലുബല, അതേ എന്ന് മനുഷ്യർ സമ്മതിച്ചു എന്നാ. അപ്പം മനുഷ്യൻ്റെ ജന്മത്തിൽ അവൻ്റെ ജനറ്റിക് അവസ്ഥ കോഡിൽ അള്ളാഹു തആലയാണ് റബ്ബ്, അള്ളയാണ് നാഥൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫിത്രത്തിനെ നമ്മൾ കേടാക്കി മാറ്റരുത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധമായ ഒരു പ്രകൃതിയോടുകൂടിയാണ്. ആ കുഞ്ഞിന് പഠിച്ചവനെ പറ്റിയുള്ള ആ കൽപ്പനക്ക് അനുകൂലമായി ജീവിക്കാനുള്ള പ്രകൃതിയോടുകൂടിയാണ്. പിന്നെ അബവാഹു, മാതാപിതാക്കൾ യുഹവിദാനി, അവനെ യഹൂദിയാക്കുന്നു, ഒയ് നിസ്രാനിയാക്കുന്നു, ഒയ് മജിസാനി മജൂസിയാക്കുന്നു എന്ന് നബി പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പാർട്ടിയിലേക്കും ആദർശത്തിലേക്കും മതത്തിലേക്കും നമ്മളെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നവരോ മാറ്റിക്കൊണ്ടുപോവുകയാണ്. നമുക്കൊക്കെ ഒരു പ്രകൃതമുണ്ട്, അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതാണ് ഫത്തറന്ന ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിൻ്റെ ആ ഖൽഖ്, ആ സൃഷ്ടി സംവിധാനത്തിനൊരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേരെ ചൊവ്വയുള്ള മതം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക പേരും അതറിയുന്നില്ല. മുനീബീന ഇലൈഹി, അവനിലേക്ക് അനാബ കീഴ്പ്പെട്ടു എന്ന്, പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം. വത്തഖൂ, അവനെ സൂക്ഷിക്കുക. വഅഖീമുസ്സലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും നിങ്ങൾ ശിർക്ക്, അള്ളാഹുവിൽ പങ്കു വെക്കുന്നവരുടെ കൂട്ടത്തിലാവരുത്. അപ്പത്ത തൗബ, തഖ്വ, ഇഖാമത്തുസ്സലാത്ത്, അതാണ് മനുഷ്യൻ. തൗബ, ഒന്ന് കഴിഞ്ഞു പോയതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ആ സൂക്ഷ്മത നിലനിർത്താൻ നമസ്കാരം ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കുക. ഒരിക്കലും ശിർക്ക് മനസ്സിലേക്ക് കയറി വരാതിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അവനെ പ്രകീർത്തിക്കണം, അവനെ സ്തുതിക്കണം. നിങ്ങൾ അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുന്ന നേരെ ചൊവ്വെ ദീനിലേക്ക് മുഖം തിരിക്കുന്നവരാവണം. അതാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അത് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.